ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ സ്പീഷീസ് ഇൻ ന്യൂസ് ആ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗ്രേറ്റർ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഡൈവിംഗ് ഡെക്കിനെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വിസിറ്റർ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് എത്തുന്നത്. എ റേർ സ്പീഷീസ് ഓഫ് ഡെക്ക് ലോക്കലി നോൺ ആസ് സഡാങ്മാൻ വാസ് റീസെൻ്റ്ലി സൈറ്റഡ് ഇൻ ലോക്താക് ലേക്ക് ഇൻ മണിപ്പൂർ ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് ഓവർ 90 years. 90 വർഷങ്ങൾക്ക് ശേഷം സഡാങ്മാൻ എന്ന് ലോക്കലി അറിയപ്പെടുന്ന ഒരു ഡൈവിംഗ് ഡെക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേറ്റർ സ്കോപ്പ് എന്ന് പറയുന്ന ആ ഡൈവിംഗ് ഡെക്ക്. അപ്പോൾ ഇത് റീസെൻ്റ്ലി കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഡൈവിംഗ് ഡെക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ലോക്താക് ലേക്ക് ന്യൂസിൽ വന്നതുകൊണ്ട് ലോക്താക് ലേക്കിനെ കുറിച്ചും ഒന്ന് ഈ പ്രിലിംസിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ലോക്താക് ലേക്കിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്ത് തക്ഷശിലയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളത് നോക്കിയെടുത്താൽ മതി. ഇവിടെ നമ്മൾ ആ ഒരു ഗ്രേറ്റർ സ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡൈവിംഗ് ഡെക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുക. ദ ഗ്രേറ്റർ സ്കോപ്പ് ഈസ് എ മിഡ് സൈസ്ഡ് ഡൈവിംഗ് ഡെക്ക്. അപ്പോൾ ഡൈവിംഗ് ഡെക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, വെള്ളത്തിൽ ഡൈവ് ചെയ്ത് ഇര പിടിച്ച് ജീവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡെക്കാണ് ഈ പറയുന്ന ഗ്രേറ്റർ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് സ്പെൻഡ്സ് ദ സമ്മർ മന്ത്സ് ബ്രീഡിംഗ് ഇൻ അലാസ്ക, നോർത്തേൺ കാനഡ, സൈബീരിയ ആൻഡ് ദ നോർത്തേൺ മോസ്റ്റ് റീച്ചസ് ഓഫ് യൂറോപ്പ്. അപ്പൊ സമ്മർ സീസണിലാണ് ഇവരുടെ ഏതാണ്ടൊരു ബ്രീഡിംഗ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നോർത്തേൺ കാനഡ, സൈബീരിയ, യൂറോപ്പിന്റെ നോർത്തേൺ മോസ്റ്റ് റീജിയൻസിലൊക്കെയാണ് ഇവർ സമ്മർ സീസണിൽ കാണാൻ കഴിയുക. ഇതൊരു മൈഗ്രേറ്ററി ബേർഡ് ആണ്. സോ ഡ്യൂറിംഗ് ദ വിന്റർ ഇറ്റ് മൈഗ്രേറ്റ്സ് സൗത്ത് ടു ദ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ജപ്പാൻ. അപ്പൊ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ, പർട്ടിക്കുലർലി നമ്മുടെ ജപ്പാൻ റീജിയനിലേക്കൊക്കെയാണ് ഇവർ ഏഷ്യയിലേക്ക് വരിക. അപ്പൊ ഇന്ത്യയിലേക്ക് അങ്ങനെ വരാറില്ല. നമ്മൾ കണ്ടല്ലോ, 90 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന ഗ്രേറ്റർ സ്കോപ്പ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് അമേരിക്കയിലേക്കൊക്കെ ഇവർ മൈഗ്രേറ്റ് ചെയ്ത് നോർത്ത് അമേരിക്കൻ കോസ്റ്റൽ റീജിയനിലേക്കൊക്കെ വരും. ഇറ്റ്സ് ലോക്കൽ നെയിം ഇൻ നോർത്ത് അമേരിക്ക ഈസ് ബ്ലൂബിൽ. അപ്പൊ നോർത്ത് അമേരിക്കയിൽ അവിടെയുള്ള ആളുകൾ ഇതിനെ ലോക്കലി വിളിക്കുന്നത് ബ്ലൂബിൽ എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് എ റെയർ വിസിറ്റർ ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ലോക്താക് ലേക്കിൽ 90 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത് വിസിറ്റർ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ആൻഡ് ഇൻ ഇന്ത്യ ഇറ്റ്സ് ലോക്കൽ നെയിം ഈസ് സഡാങ്മാൻ. സഡാങ്മാൻ എന്നാണ് ഈ ഗ്രേറ്റർ സ്കോപ്പിനെ അറിയപ്പെടുക. അപ്പൊ സഡാങ്മാൻ എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ സൈബീരിയ, അലാസ്ക, നോർത്തേൺ യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രീഡഡ് ആയിട്ട് സമ്മർ സീസണിൽ അവിടെ ബ്രീഡിങ് നടത്തിയിട്ട് അതിനുശേഷം വിന്റർ സീസണിൽ മൈഗ്രേറ്റ് ചെയ്ത് സദേൺ സൈഡിലേക്ക് വരികയാണ്. റെയർ ആയിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വരിക. നോർത്ത് അമേരിക്കയിലേക്ക് ഇതിനെ കോമൺ ആയിട്ട് കാണാം. അവിടെ ബ്ലൂബിൽ നിന്നാണ് ഇവർ ലോക്കലി വിളിക്കുക. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിനെ സഡാങ്മാൻ എന്നാണ് ഇവിടെയുള്ള ലോക്കലി ഇത് അറിയപ്പെടുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. ആൻഡ് ദ ഗ്രേറ്റർ സ്കോപ്പ് ഈറ്റ് അക്വാട്ടിക് മൊളസ്കസ്, പ്ലാന്റ്സ് ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ് വിച്ച് ദേ ഒബ്റ്റെയിൻ ബൈ ഡൈവിംഗ് അണ്ടർ വാട്ടർ. അപ്പൊ ഇവരുടെ ഡൈവിംഗ് ഡെക്ക് ആണെന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. അപ്പൊ ഇവർ വെള്ളത്തിൽ മുങ്ങിയിട്ട് അവിടുന്ന് മൊളസ്കസിനെയും വാട്ടർ പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ വാട്ടറിൽ കാണപ്പെടുന്ന ഫ്രഷ് വാട്ടർ ആണ് കേട്ടോ, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഇൻസെക്റ്റുകളെയും ഒക്കെ ഇവർ ഡൈവ് ചെയ്ത് പിടിച്ചിട്ട് വാട്ടറിന് മുകളിൽ വന്നിട്ടാണ് ഭക്ഷിക്കുക. പക്ഷെ അടിയിൽ പോയി ഡൈവ് ചെയ്ത് പോയി ഇവർ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ഇവരുടെ ഒരു എന്താ പറയുക, ഫുഡ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ദേ ഫോം ലാർജ് ഗ്രൂപ്പ്സ് കാൾഡ് റാഫ്റ്റ്സ് ദാറ്റ് ക്യാൻ നമ്പർ ഇൻ ദ തൗസൻഡ്സ്. അതായത് ഈ ഡൈവിംഗ് ഡെക്കുകൾ അല്ലെങ്കിൽ ഗ്രേറ്റർ സ്കോപ്പുകളെ വലിയ കോളനികളായിട്ടാണ് കാണപ്പെടുക, വലിയ ഗ്രൂപ്പുകളായിട്ട് കാണപ്പെടുക. തൗസൻഡ്സ് ഓഫ് എന്താ പറയുക ഡെക്സ് കാണും. ഇതിനെ റാഫ്റ്റ്സ് എന്നാണ് പറയുക. ഈ റാഫ്റ്റ്സിന്റെ നിയർ ബൈ ഏരിയ തന്നെയായിരിക്കും ഇവർ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ വിരിയുക. ദ പേഴ്സ് നെസ്റ്റ് ഇൻ ദ ക്ലോസ് പ്രോക്സിമിറ്റി ടു ഈച്ച് അതർ ഇൻ ലാർജ് കോളനീസ്, യൂഷ്വലി നിയർ വാട്ടർ, ഓൺ ആൻ ഐലൻഡ് ഓർ ഷോർ ലൈൻ ഓർ ഓൺ എ റാഫ്റ്റ് ഓഫ് ഫ്ലോട്ടിംഗ് വെജിറ്റേഷൻ. അപ്പൊ ഇവരുടെ ഈ പറയുന്ന റാഫ്റ്റ് അല്ലെങ്കിൽ ആ വലിയ കോളനിയുടെ അടുത്ത് തന്നെയായിട്ടായിരിക്കും ഇവർ കൂട് വെക്കുക. യൂഷ്വലി അവർ ഈ പറയുന്ന ഡൈവിംഗ് ഡെക്കുകളായാലും മെയിനായിട്ട് ജലാശയങ്ങളിലാണ് അവർ ചെലവഴിക്കുക, സ്പെൻഡ് ചെയ്യുക ടൈം. അപ്പൊ അതിന്റെ തീരങ്ങളിലായിട്ടായിരിക്കും അവർ കൂടുണ്ടാക്കുക. അതല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വെജിറ്റേഷന്റെ മുകളിലും ഇവർ കൂടുണ്ടാക്കാറുണ്ട് എന്ന കാര്യം ഒന്നോർത്ത് വയ്ക്കുക. IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ ആണ് ഇപ്പോഴും. കാര്യം ഇതിനൊരു പ്രത്യേകതയുണ്ട്. 1980s മുതൽ ഈ പറയുന്ന ഗ്രേറ്റർ സ്കോപ്സിന്റെ എണ്ണം
കണ്ടിന്യൂസ് ആയിട്ട്, അതായത് സ്റ്റെഡിലി ഡിക്രീസിങ് ആണ്. ബട്ട് സ്റ്റിൽ IUCN റെഡ് ലിസ്റ്റ് ലെവൽ ലീസ്റ്റ് കൺസേണിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഉടനെ തന്നെ ചേഞ്ച് ആവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഇതിന്റെ ഹാബിറ്റാറ്റ് ലോസ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇവർക്കൊരു ത്രെട്ട് എന്ന് പറയുന്നത്. പക്ഷേ യൂറോപ്പിലേക്കും നോർത്ത് അമേരിക്കയിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവരെ ഈ മനുഷ്യർ, ഹ്യൂമൻ ബീയിങ്സ് ഇവർക്ക് വലിയൊരു തട്ടാണ്. കാരണം ഹോബീസിന്റെ ഭാഗമായിട്ട് ഇതിനെ വെടിവെച്ച് താഴെ ഇടുന്ന ഗെയിമുകളൊക്കെ യൂറോപ്പിലുണ്ട്. അപ്പോൾ അങ്ങനെയും കുറേ ഈ പറയുന്ന ഗ്രേറ്റർ സ്കോപ്പുകൾ അതിന്റെ എണ്ണം കുറയാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ സ്റ്റെഡിലി ഡിക്രീസിങ് ആണ് ഇതിന്റെ പോപ്പുലേഷൻ ഫ്രം 1980s. ബട്ട് സ്റ്റിൽ, എന്നിരുന്നാലും സ്റ്റിൽ ഇത് ലീസ്റ്റ് കൺസേൺ തന്നെയാണ് IUCN റെഡ് ലിസ്റ്റിലുള്ളത്. ഇനി ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ 90 വർഷങ്ങൾക്ക് ശേഷം, ചില മാഗസിൻസിലൊക്കെ കണ്ടത് 94 വർഷങ്ങൾക്ക് ശേഷമാണ് പർട്ടിക്കുലർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഒക്കെ ഓവർ 90 years എന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിവേ 90 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ, അല്ലെങ്കിൽ ഇവിടെ വന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മണിപ്പൂരിലെ ലോക്താക് ലേക്കിലാണ് ഇത് വന്നിറങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മൾ ന്യൂസിൽ കണ്ടത്. അപ്പോൾ ലോക്താക് ലേക്കും മണിപ്പൂരിലെ ആ ലോക്താക് ലേക്കിലുള്ള നാഷണൽ പാർക്കുകളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. പുതിയ ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.